എസ് കെ രമേശ് ചെന്നിത്തല വീട്ടിലുണ്ട്. നമുക്ക് ആ പ്രവർത്തകരെ അടക്കം വീടിന് മുൻപിൽ കാണാം. വഴുതക്കാടുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമ്മളിവിടെ തുടരുകയാണ്. എല്ലാ പ്രവർത്തകരുടെയും മുഖത്തൊരു ആകാംക്ഷ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ അവരോട് റിയാക്ഷൻ ചോദിച്ചിരുന്നു, ആരും പ്രതികരിക്കുന്നില്ല. കാരണം എന്താണ് തീരുമാനമെന്ന് അറിഞ്ഞിട്ടുള്ള പ്രതികരണം അത് മതി എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പ്രവർത്തകർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും ഈ ക്യാമ്പും വലിയ ആത്മവിശ്വാസത്തിലാണെന്നുള്ള കാര്യം തർക്കമില്ല. കാരണം ഇതിനകത്ത് നമുക്കറിയാം, ഏതെങ്കിലും തരത്തിലൊരു തർക്കം ഉണ്ടാവുകയും ആ തർക്കത്തിലൊരു സമവായ സാധ്യത വരികയും ചെയ്താൽ ഒരു സീനിയർ നേതാവ്, അതിനൊക്കെ അപ്പുറത്തേക്ക് കഴിഞ്ഞ 10 വർഷം അധികാരത്തിലായിരുന്ന സമയത്തും കേരളത്തിൽ പ്രവർത്തിച്ച് പ്രവർത്തകരെ ആവേശത്തിലാക്കിയ ഒരു നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പക്ഷേ നറുക്കു വീണേക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസം അത് ഈ ക്യാമ്പിനെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് തരത്തിലേക്ക് മാറുമെന്നുള്ള കാര്യം ഇപ്പോഴും ധാരണയില്ല. ഇവിടെ ഇപ്പോഴും നമ്മൾ വന്നിവിടെ നിൽക്കുന്ന സമയം മുതൽ വലിയ തരത്തിലുള്ള പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. പലരും ആകാംക്ഷയോടെ ഫോൺ ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നേരത്തെ രമേശ് ചെന്നിത്തല AICC ഹൈക്കമാൻഡിനടക്കം കണ്ട ശേഷം തിരികെ വന്നപ്പോഴും അദ്ദേഹം പ്രതികരിച്ചതെല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന അക്ഷരം പ്രതി അനുസരിക്കും. അത് ഏത് പ്രവർത്തകന്റെയും കടമയാണ്, ഉത്തരവാദിത്തം താനും നിറവേറ്റുമെന്നൊക്കെയുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിന്നീട് എന്ത് തരം പാക്കേജ് കൊണ്ട് ചെന്നിത്തലയെ സംതൃപ്തിപ്പെടുത്താൻ ഹൈക്കമാൻഡിന് കഴിയുമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് പലയുയർത്തി ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഈ ചെന്നിത്തല ക്യാമ്പിൽ നിന്ന് തന്നെ പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ ആ പ്രൊഫൈലിലേക്ക് ഹോം വരുമോ അതല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൃത്യമായി തന്നെ ഉയരുന്നുണ്ട്. ചർച്ചയാണ് അവരുടെ ക്യാമ്പിലും പുറത്തുമൊക്കെ. ഏതായാലും രാഷ്ട്രീയ ആകാംക്ഷയാണ്, ഡൽഹിയിലെ ആകാംക്ഷ. അത് തിരുവനന്തപുരത്തുമുണ്ട്. അത് കേവലം KPCCയിലും കന്റോൺമെന്റ് ഹൗസിലും മാത്രമല്ല, വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലും പ്രവർത്തകർ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട്. SKN ഹഷ്മി. ആകാംക്ഷയുടെ പരമാവധി, ആകാംക്ഷയുടെ പരകോടി. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചു കഴിഞ്ഞു. നേരെ ഇരുട്ട് വീഴുന്നുണ്ട്. ഇരുട്ട് വീണാൽ തന്നെയും വെളിച്ചത്തിന്റെ ആ തീരുമാനം, അടുത്ത വർഷം 5 വർഷം കേരളത്തിന്റെ നാഥനാര്, കേരളത്തിന്റെ രാഷ്ട്രീയ നാഥനാര് എന്ന തീരുമാനം വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം. അത് കോൺഗ്രസുകാർ മാത്രമല്ല, VD അനുകൂലികൾ മാത്രമല്ല, KC അനുകൂലികളോ RC ഇഷ്ടപ്പെടുന്നവരോ മാത്രമല്ല, കേരളം ഒന്നാകെ രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിന്റെ അടുത്ത 5 വർഷത്തെ മുഖ്യമന്ത്രി ആരെ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. രാഷ്ട്രീയ ഭേദമന്യേ എന്ന് കൃത്യമായി തന്നെ പറയണം. കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ അടക്കം അതിന് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.